ആഹാ എന്താ രസം. ഇതിപ്പോ എന്താ സംഭവം എന്നാവൂലേ നിങ്ങൾ വിചാരിക്കണത്. ഇത് വേറെ ഒന്നും അല്ല കേട്ടോ, ചീസ് ആൻഡ് വെജ് പാസ്ത സൂപ്പാണ്. ഋഷി ഒരു സൂപ്പ് പ്രേമിയാണ് കേട്ടോ. സൂപ്പ് മാത്രല്ല, ഓന് പാസ്ത നല്ല ഇഷ്ടമാണ്. അപ്പൊ ഈ വെക്കേഷന് ഓനൊന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. ഞാൻ സൂപ്പ് ഉണ്ടാക്കുന്നത് അഗാരോ റീജൻസി മൾട്ടി കുക്ക് കെറ്റിൽ വിത്ത് സ്റ്റീമറിലാണ്. സാധാരണ വെള്ളവും ചായയും കോഫിയൊക്കെ ഉണ്ടാക്കാനാണ് കെറ്റിൽ യൂസ് ചെയ്യുക. പക്ഷെ ഇതിൽ ഫുഡ് ഉണ്ടാക്കാം. 1.0 ലിറ്റർ കപ്പാസിറ്റി വരുന്നതിന്റെ കൂടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീമിംഗ് പോട്ടും റാക്കും പിന്നെ എഗ് ബോയിലിംഗ് റാക്കും പ്ലാസ്റ്റിക് ബൗളും വരുന്നുണ്ട്. ട്രാൻസ്പെറന്റ് ലിഡ് ആയതുകൊണ്ട് കുക്കിംഗ് കാണാം. 360 ഡിഗ്രി ഡിറ്റാച്ചബിൾ ആൻഡ് 600 വാട്ട് പവർഫുൾ ഹീറ്റിംഗ് ബേസ് ആണ് ഇതിന് ഡബിൾ ലെയേർഡ് ബോഡി ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയും ലാസ്റ്റിംഗ് ഡ്യൂറബിലിറ്റി ഉണ്ട്. ഉൾഭാഗം സ്റ്റെയിൻലെസ് സ്റ്റീലും പുറമെ ഫുഡ് ഗ്രേഡ് മെറ്റീരിയലും ആയതുകൊണ്ട് തന്നെ കുക്കിംഗ് സേഫ് ആൻഡ് ഹൈജീനിക് ആണ്. പിന്നെ ഈസി കുക്കിങ്ങിനായി വേരിയബിൾ ടെമ്പറേച്ചർ കൺട്രോൾ ഉണ്ട്. ഡ്രൈ ബോയിൽ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ഇല്ലാതാവുമ്പോൾ കെറ്റിൽ ഓഫ് ആവും. അതുപോലെ കെറ്റിൽ ഹൈ ടെമ്പറേച്ചർ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പിന്നെ കൂളാവുമ്പോൾ ഓൺ ആവും. ലൈറ്റ് വെയിറ്റ് ആൻഡ് പോർട്ടബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ടു ക്യാരി ആണ്. കുക്കിങ്ങിന് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓപ്ഷനും ഉണ്ട്. ഫ്രൈ ചെയ്യാനും ഡീപ് സോട്ടിങ് ചെയ്യാനും ഇത് പറ്റൂല. ലൈറ്റ് ആയിട്ട് ഒക്കെ സോട്ട് ചെയ്യാം. ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആണ്. 2 ഇയർ വാറണ്ടി ഉണ്ട് ഇതിന്. ഇത് കൂളായതിനു ശേഷം വേണം ക്ലീൻ ചെയ്യാൻ. ആദ്യം വെള്ളം ഒഴിക്കുക, എന്നിട്ട് അതിലേക്ക് ഒരു ഡ്രോപ്പ് ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് ഒരു സോഫ്റ്റ് സ്ക്രബ്ബർ കൊണ്ട് സ്ക്രബ് ചെയ്യുക. എന്നിട്ട് അതിലെ വെള്ളം ഒഴിച്ച് കളയുക. ബേസിൽ വെള്ളം തട്ടാതെ വേണം കേട്ടോ അത് ക്ലീൻ ചെയ്യാൻ. പ്രൊഡക്റ്റ് ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ട്.